ചൂട്. ഓ, സൺസ്ക്രീനൊന്നും ഇടാണ്ട് പുറത്തിറങ്ങാനേ പറ്റില്ല. സ്കിൻ ഫുൾ ഡാമേജ് ആവൂ. ഓ, മുത്തശ്ശിയുടെ രാമായണ പാരായണം എല്ലാം തുടങ്ങി. ഓ, എന്താ ചൂട്, ഭയങ്കര ദാഹവും. നമ്മുടെ UDC അല്ലേ? മോളെ വരൂ മോളെ വരൂ. മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ട് 2 ദിവസമായി. ഓ, മുത്തശ്ശി ടൈം ഇല്ല, എന്നാലും കുഴപ്പമില്ല. 5 മിനിറ്റ് മതിയോ സംസാരിക്കാൻ? ഇഷ്ടം പോയെ. അതൊക്കെ മുത്തശ്ശിയുടെ അടുത്തേക്കുമ്പോ സമയം തന്നെ ഉണ്ടാവും. നമുക്ക് സംസാരിക്കാം. ഇവിടെ ഭയങ്കര ചൂട്. ഇവിടെ AC എന്തെങ്കിലും ഉണ്ടോ വീട്ടില്? ACയോ? നിങ്ങൾ ഉണ്ടോ? ഓ, നമുക്ക് അവിടെ ഇരിക്കാം മുത്തശ്ശി. എനിക്കാണെങ്കിൽ എന്റെ സ്കിൻ ഞാൻ നന്നായിട്ട് നോക്കുന്ന ആളാണ്. എനിക്ക് കറുത്ത സ്കിന്നൊന്നും ഇഷ്ടല്ലേ മുത്തശ്ശി. പിന്നെ അതേപോലെ ഇങ്ങനെ ചുളി പോന്ന് എനിക്ക് ഇഷ്ടേ ഇല്ല. പക്ഷെ മുത്തശ്ശി ആയതുകൊണ്ട് കുഴപ്പമില്ല. വരൂ. ഓ മുത്തശ്ശി, ഇപ്പൊ എന്താ ചൂട്, ഭയങ്കര ഹോട്ടാണ്. ഹോട്ട് സണ്ണല്ലേ ഇപ്പോ? അതെവിടെയുള്ള ആളാ? ഹോട്ട് സൺ ഒരു മാൻ അല്ല. അല്ല, നമ്മുടെ സ്കൈയിലൊക്കെ ഉള്ള ആകാശത്തില് സൂര്യൻ. അതിന് നല്ല ചുമന്ന് തൊടുത്ത്. അതാണ്. ഈ മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. വരൂ മുത്തശ്ശി, വരൂ. മുത്തശ്ശി, നമുക്കെല്ലാം പഠിക്കാം. ഞാൻ കുറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മുത്തശ്ശി പഠിപ്പിച്ച് നല്ലൊരു ഇംഗ്ലീഷ് കുട്ടിയാക്കാം. വട്ടം കറപ്പിക്കണം. നല്ലൊരു അവസരം കിട്ടിയതാ. ഇരിക്കൂ മുത്തശ്ശി, ഇരിക്കോ, മടിച്ചു നിൽക്കാതെ ഇരിക്കോ. പിന്നെ എന്തൊക്കെയാണ്, സുഖാണോ? അതെ. മുത്തശ്ശി മുഖം വാടിയ പോലെ ഇപ്പൊ കുറച്ചു നേരം കൊണ്ട്? ഇല്ല അല്ലേ, കുഴപ്പമില്ലല്ലോ. എന്റെ മുഖത്തൊരു സ്കിന്നിന് വല്ല കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ ഞാൻ? മുത്തശ്ശി, പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ 3 സെർവൻസ് ആണ്. ഓരോരുത്തർ ഓരോരോ ദിക്കിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അവരെ തമ്മിൽ കമ്പനി ആയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതെ മുത്തശ്ശി. തുണി കഴുകാൻ ഒരാൾ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ, പിന്നെ എൻ്റെ ബെഡ്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ ഒരാൾ. അങ്ങനെ എനിക്ക് എല്ലാവർക്കും സാലറി, ശമ്പളം കൊടുത്ത് പൈസ ഇങ്ങനെ വരുമല്ലോ മുത്തശ്ശി. ഇവിടെ അടിച്ചു മാറ്റാൻ വന്നതാണോ അതും അറിയില്ല. മുത്തശ്ശി ഏതായാലും പറഞ്ഞോ? ഇല്ല അല്ലേ, ഞാൻ ചോദിച്ചു മുത്തശ്ശി എന്തോ. മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് നാമം ചെല്ലുന്നൊരു. ഓ ഗുഡ്, എനിക്കത് പഠിക്കണം മുത്തശ്ശി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അഖിലാണ്ട് മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ള അങ്ങനെ. അതല്ലേ പ്രാർത്ഥന? അത് പ്രാർത്ഥന. ഓക്കെ. അപ്പൊ നാമം ബുക്കുകളുണ്ട് ഇഷ്ടം. ഹര 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 ശങ്കര ശിവ 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 ശങ്കര. അത് അങ്ങനെയാണോ മുത്തശ്ശി? നാമമാണോ? എനിക്ക് അങ്ങനെ 2-3 നാമങ്ങളെ അറിയുള്ളൂ. ഒക്കെ പഠിച്ചെടുക്കണം. ഈ സമയം പോലെ ഞാൻ വരും. എല്ലാ ദിവസവും ഞാൻ വന്നാ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഏതായാലും എനിക്ക് കുറച്ച്, ഞാനിപ്പോ ഇവിടുത്തെ പഞ്ചായത്തിലെ കുറച്ച് ചുമതലകളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ മുത്തശ്ശിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം കേട്ടോ. എല്ലാം ഞാൻ ചെയ്തു തരും. മുത്തശ്ശീനെ ഒന്ന് എടുത്ത് കറക്കി എടുക്കണം. മാലയൊക്കെ ഉണ്ട്, സ്വർണ്ണ മാല. ചെറുച്ചെന്നൊക്കെ മുത്തശ്ശി, സ്വർണ്ണമാല, കമ്മല് മാല. മുത്തശ്ശി പിന്നെന്താ കുടിക്കാൻ എന്തോന്ന് അത്ഭുതം പോലെ, അത്ഭുതം കാണിക്കുന്ന പോലെ? മുത്തശ്ശി, ഞാൻ ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്. എനിക്ക് കുറച്ചിങ്ങനെ ടിക്ടോക്ക് അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ചില സമയത്ത് നമ്മൾ കഥ എഴുതുന്നവര് ഓർമ്മയിൽ കിട്ടിക്കഴിഞ്ഞാൽ വരികൾ എഴുതി വെക്കില്ലേ, അതേപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഭിനയിക്കും. നല്ല കാര്യങ്ങളല്ലേ മുത്തശ്ശി ഇതൊക്കെ?
അപ്പൊ നമുക്ക് ഇവിടേക്ക് ഇരിക്കാം. ഇവിടെ AC ഉണ്ടോ? ഓ മുത്തശ്ശി, അത് ഭയങ്കര ഉപകാരം. കാരണം എന്താണെന്നറിയോ, ഞാനൊക്കെ വീട്ടിലെ ബാത്റൂമിൽ പോകുന്നതൊക്കെ AC യിലാ ഇപ്പൊ. അതെ അതെ അതെ. കാരണം പൈസ കൊണ്ട് എന്താ ചെയ്യേണ്ട അറിയില്ല മുത്തശ്ശി. ഓരോന്നിക്കാണെങ്കിൽ യാതൊരു വഴിയില്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ല. അതെ അല്ലേ, ഞാൻ കുറച്ച് തരാം മുത്തശ്ശി. എനിക്കിങ്ങനെ ഇഷ്ടമാണ് മുത്തശ്ശിമാർക്കൊക്കെ ഓരോന്ന് കൊടുക്കണം. മോളെ പരിചയപ്പെട്ട് നന്നായി മുത്തശ്ശിക്ക് നല്ല സന്തോഷമായി. ഈ വള നല്ല ഭംഗിയുണ്ട് മുത്തശ്ശി. സൂപ്പർ വള. സ്വർണ്ണാണോ? പവൻ ഒരു പവനൊക്കെ ഉള്ളൂ. പക്ഷെ മുത്തശ്ശിയുടെ കയ്യിൽ, മുത്തശ്ശിമാരെന്ന് ശരിക്കും എന്റെ കയ്യിലൊക്കെ കൂടുതൽ ഭംഗിയല്ലേ ഇങ്ങനത്തെ വളകളൊക്കെ. ഒരു ദിവസം ഇടാൻ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ നോക്കാലോ. ഈ മാലയോ? ഇത് 8 പവൻ മുത്തശ്ശി. ഇതിന്റെ സ്റ്റോണിൽ, ഈ കല്ലിനാണ് വില. എന്റെ ബ്രോ എനിക്ക് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നത്. അന്ന് അകത്തേക്ക് പോവാല്ലേ മുത്തശ്ശി? ഓ ഇരിക്കാം മുത്തശ്ശി, ഇരിക്കാം. ഇത് നല്ല സോഫയാണല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മക്കള് വാങ്ങിട്ടതാണ്. അതെല്ലേ? ഓക്കെ ഓക്കെ. അമ്മ എപ്പോഴും പറഞ്ഞിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ ഇരിക്കാലോ. മുത്തശ്ശിക്ക് എല്ലാ പണിയും കൂടി ചെയ്യുമ്പോ അല്ല എപ്പോഴും വൃത്തിയാക്കാനും പറ്റില്ല. ഓ ഇത് കൊള്ളാം, ഭയങ്കര എന്താ പറയാ. പക്ഷെ എന്റെ വീട്ടില് കുറച്ചും കൂടെ നല്ല ഒരു ഇങ്ങനെ ഇരുന്ന ഇങ്ങനെ പോണ രീതിയിലാണ്. അപ്പൊ പിന്നെ കുറച്ചും കൂടെ ചന്തിക്കൊക്കെ നല്ല സുഖമാണ് ഇരിക്കാനേ. റൂമില് രാവിലെ തൊട്ട് AC-യിലേ ഞാൻ കുളിക്കുക, കിടക്കുക, പല്ലേക്കുക. ഇത് ഫുള്ള് AC-യിലാ. എന്താ ചെയ്യാ? ഓരോ സൗഭാഗ്യങ്ങളെ വന്ന് കൂടുമ്പോ അത് നമ്മൾ അനുഭവിക്കേണ്ടേ മുത്തശ്ശി. അയ്യോ എനിക്ക് ഒരു ജ്യൂസ് പോലും വേണമെന്ന് കഴിക്കില്ല. കറക്റ്റ് കുളവി. ഇരുന്ന് മുത്തശ്ശി തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു, ഈ ചൂട് നിന്ന് കേറി വന്നോണ്ടായിരിക്കും, നല്ല ജ്യൂസ് ഷേക്ക് അങ്ങനെ ഞാൻ നോർമൽ വാട്ടർ ഒന്നും കുടിക്കാറില്ല. ഞാൻ ജനിച്ചപ്പോ തൊട്ടേ ജ്യൂസ് മാത്രം കുടിച്ചിട്ടാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. എന്താ മുത്തശ്ശി ചെയ്യാ, ഓരോരോ കാലം. മുത്തശ്ശിയുടെ മക്കളൊക്കെ നല്ല ലെവലില്, നല്ല ഹൈ ടീംസ് ആണോ? ഹൈ ടീംസ് ഒന്നല്ല, പറഞ്ഞോളൂ. ഞാൻ വേണമെങ്കിൽ എന്റെ ബ്രോ ജർമ്മനിയിലുണ്ട്, എന്റെ ഹസ്ബൻഡ് കാനഡയിലാണ്. അപ്പൊ അവരോടൊക്കെ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. എനിക്ക് എന്റെ കണ്ണട കുറച്ചൊരു ബ്രാൻഡഡ് കണ്ണടയാണ്. ഒരു 1.5 ലക്ഷം രൂപ വരും. അപ്പൊ വെച്ച് നോക്കട്ടെ. കൊടുക്കുക ചെയ്യും മുത്തശ്ശി. മുത്തശ്ശി ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. പൊട്ടരുത്, താഴെയൊന്നും വീഴരുത് കേട്ടോ. കുറവുണ്ടെങ്കിലും 1.5 ലക്ഷം. ചൂട്. ഞങ്ങളെ വീട്ടിലെ AC ഇല്ലേ, കുറച്ചും കൂടെ തണുപ്പുണ്ട്. ഇത്രയല്ല, കുറച്ചും കൂടെ തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ 10,000 കൊടുത്ത് വാങ്ങിയത് കൊണ്ടായിരിക്കാം മേ ബി. അത് ചോദിക്കട്ടോ, എന്തെങ്കിലും കുടിക്കാൻ വേണോ? തൊണ്ടയ്ക്ക് ചെറിയൊരു, ഞാൻ സാധാരണ പുറത്തുനിന്ന് കുടിക്കാറില്ല. എന്റെ വീട്ടിലെ ജ്യൂസും ഷേക്കും കുടിക്കാറില്ല. അതെയോ? ഓ ഷുവർ, തീർച്ചയായിട്ടും കൊണ്ടു മുത്തശ്ശി. ഓ നല്ല സോഫ. എന്നും ഇവിടെ വന്നിരുന്ന് 4 ഡയലോഗ് അടിച്ചാ കുതിച്ച് പൊങ്ങുന്നുണ്ട്. ആ സിനിമയിലെ പോലെ തന്നെയുള്ള സോഫ, വലിയ TV, എല്ലാം കൊള്ളാം. എനിക്കിഷ്ടായി വീട്. ഓ ഇനി ഇവിടെ കിടന്ന് ആർമാദിക്കണം. എല്ലാം എനിക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകണം. ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞു വരാം. ഏതായാലും അതൊരു മുത്തശ്ശി, ഒരു വരട്ടെ കളവി തന്നെ. അതെല്ലാം പറഞ്ഞ് വിശ്വസിക്കും. എനിക്ക് വയ്യ മുത്തശ്ശി, ജ്യൂസ് ഒന്നും വേണ്ടായിരുന്നു. പിന്നെ ഞാൻ എത്രയും മുത്തശ്ശി സ്നേഹത്തോടെ തരുമല്ലേ, അപ്പൊ ഏതായാലും കുടിക്കാന്ന് വെച്ചിട്ടാണ്. ടേസ്റ്റ് ഉണ്ടോ നോക്കിട്ട് പറയാം കേട്ടോ മുത്തശ്ശി. ഒന്നും കണ്ടിട്ടില്ല തോന്നുന്നു. ഒരു വെള്ളം കുടിക്കാതെ എവിടെ നിന്നൊക്കെ നടന്നു വരുന്നതാണ്. എന്നിട്ട് AC-യിലാണിത് സ്ഥിരം ജോലി, സ്ഥിരം താമസം. വീട്ടിലാണെങ്കിൽ ഒരു ക്ലോസറ്റും കൂടി ഇല്ല.
ആരോടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വലിച്ചു. മുത്തശ്ശി എന്താ ഗ്ലാസ്. ഞാൻ പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ പാത്രങ്ങളൊന്നും കഴുകി വെക്കാറില്ലേ മുത്തശ്ശി, എല്ലാ സെർവൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുത്തശ്ശി ഇവിടെ ഇരിക്കോ, നമുക്കത് പിന്നെ ക്ലീൻ ചെയ്യാം. ഇവിടെ ഇരുന്നോളൂ, നമുക്ക് കുറച്ചൊരു സംസാരിക്കാം. ഇവിടെ ഇരിക്കോ മുത്തശ്ശി, ഇരിക്കോ. മുത്തശ്ശി ഇങ്ങനത്തെ സെറ്റ് മുൻസ് ഉടുപ്പൊന്നും ഇടില്ലേ മുത്തശ്ശി? അയ്യോ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യും മുത്തശ്ശി, കുറച്ചും കൂടെ നമുക്ക് യങ് ആവാം. നമുക്ക് യോയോ അയ്യോയൊന്നുമില്ല. മുത്തശ്ശിയെ ചൂട്, മുത്തശ്ശി കുറച്ച് കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ വേണ്ടി കുറച്ച് AC കുറച്ചോ ഇപ്പൊ കുറച്ച് വെച്ചോ? അല്ല, അത് ഇന്ന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടിങ് വരുന്നുണ്ട്. അതിന്റെയാണോ? ഞാൻ പിന്നെ അവിടെ പിന്നെ കട്ടിങ്ങും കുട്ടിങ്ങും ഒന്നും ഇല്ല. കട്ടിങ് ഒക്കെ ധാരാളം ഉണ്ട്. അതെ അല്ലേ. മുത്തശ്ശി വരും ഒരു ദിവസം എന്റെ വീട്ടിലേക്ക്. അപ്പൊ വീട് എവിടെയാ? വീട് വന്നിട്ട് മുത്തശ്ശി കൺഫ്യൂഷൻ ആവുമ്പല്ലേ കുഴപ്പമില്ല, ഞാൻ വരാം എന്ന് ഇങ്ങോട്ട്. വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോ കൺഫ്യൂഷൻ. മുത്തശ്ശി അപ്പൊ എന്നാലും മുത്തശ്ശിയുടെ നമ്പർ ഒക്കെ തന്നോളൂ കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, പിന്നെ അതുപോലെ വീഡിയോ കോൾ ചെയ്യാം. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, മുത്തശ്ശിയുടെ വലിയ ഫാൻസ് ആണ് അവരൊക്കെ. ഇവിടെ ഇല്ല മുത്തശ്ശി, അതല്ലേ രസം. ഞാൻ മാത്രം ഇവിടെ പെട്ടുപോയി ഈ കേരളത്തിൽ ഈ ചൂടിൽ. അയ്യോ എന്തൊരു ഞാൻ മാത്രം ഇവിടെ പെട്ടുപോയി. ഫ്രണ്ട്സ് എല്ലാവരും ഇറ്റലി, ജർമ്മനി, സിംഗപ്പൂർ, വിയറ്റ്നാം അവിടെയൊക്കെയാണ് മുത്തശ്ശി. ഇവിടെ ആരും ഇല്ല. പിന്നെ എന്റെ ഫാമിലി ആയിട്ട് അവിടുത്തെ ഞാൻ ഇപ്പൊ കുറച്ച് ലീവിന് വന്നതാണ്. ഇത് കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകും. അവിടെ നമ്മള് കാനഡയിൽ സെറ്റിൽഡ് ആണ് നമ്മള്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും ചബ്ബി ആയത് മുത്തശ്ശി. കാരണം എന്താന്ന് വെച്ചാൽ തടി വെച്ചത് ഞാൻ ഈ കേരള ഫുഡ്, ഈ റൈസ്, ഈ പിന്നെ ഇഡ്ഡലി ആൻഡ് ദോശ, ഈ അരി ഭക്ഷണമല്ലേ ഇവിടെ ഉള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാലഡ്സ് അങ്ങനെ കുറെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അരിഭക്ഷണം കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ ആർത്തി കുറിച്ച് അതൊക്കെ തന്നെ എല്ലാവരും സ്ഥിതി ഉണ്ടാവും. മുത്തശ്ശി ഇതില് പറഞ്ഞോ? പിന്നെ ഞാൻ എന്റെ സ്കിന്നൊന്ന് എന്റെ ബോഡി ഒന്ന് എന്താ പറയാ ഒന്ന് കുറയാൻ വേണ്ടിട്ട് ഓട്സ് ഒക്കെയാണ് ഇപ്പൊ കഴിക്കാറുള്ളത്. മുത്തശ്ശി ഓട്സ് ഒക്കെ കഴിക്കാറുണ്ടോ? അതല്ലേ. ഞാൻ പിന്നെ ഇപ്പൊ രാത്രി ഒന്നും ഞാൻ ഫുഡേ കഴിക്കാറില്ല. രാത്രി ഒന്നും ഫുഡില്ല സംഭവം. അപ്പൊ യാത്ര എത്ര ദിവസം കഴിഞ്ഞിട്ടാ? യാത്ര ഇനിയിപ്പോ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പൊ ഇവിടുന്ന് പിന്നെ ഇതൊക്കെ കൊണ്ടോണ്ടേ, ഇവിടുന്ന് ഇതൊക്കെ സാധനങ്ങളൊക്കെ. എന്തുകൊണ്ടാണ്? അതല്ല മുത്തശ്ശി, എന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ. അതാണ് അല്ലാണ്ട് ഇവിടുത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്ന കാര്യമല്ല. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, മുത്തശ്ശിയുടെ ഭാഗ്യം തന്നെ. പിന്നെ പിന്നെ പറയൂ മുത്തശ്ശി വിശേഷങ്ങൾ. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോളൂ. പാട്ട് പാടിക്കോളൂ. മുത്തശ്ശി ഇത് തുടങ്ങിക്കോളൂ. ഞാനാണോ പാടേണ്ടത്? പിന്നെ എനിക്ക് അത്ര വലിയ സ്വരമൊന്നും ഇല്ല മുത്തശ്ശി. പിന്നെ അറിയാം, അഖിലാട്ടം കൊണ്ടല്ലേ അറിയാം. അയ്യോ അങ്ങനെ പറയരുത് മുത്തശ്ശി. എന്നാലും ഇതിന് എന്നാലും ഞാനത് പാടാം മുത്തശ്ശിക്ക് വേണ്ടിട്ട്. എന്തായാലും മുത്തശ്ശി ഇങ്ങനെ മുഖം കാണിക്കല്ലോ, മുത്തശ്ശി ഒരു പാട്ട് പാടാം. ഞാൻ ഇങ്ങനെ മുത്തശ്ശി പഠിച്ചത് നമ്മള് ഒരു ജയറാമേട്ടന്റെ പടത്തിൽ ഒരു ഇങ്ങനെ ഒരു കോമഡി ഉണ്ടായിരുന്നില്ലേ, അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. സാധാരണ എനിക്കിങ്ങനെ നാമം പഠിപ്പിച്ചു തരാനൊന്നും ആരുമില്ല. അപ്പൊ ഏതായാലും മുത്തശ്ശി ഉണ്ടായത് നന്നായി. അപ്പൊ ഞാനിനി വൈകാതെ ഓരോ ദിവസങ്ങളായിട്ടൊക്കെ വരാം. മുത്തശ്ശിക്ക് ചുമയുണ്ടോ? കിച്ച് കിച്ച് ഉണ്ടോ? ചുമയുണ്ടോ? ഓ പറയാം മുത്തശ്ശി. പിന്നെ എണീക്കുന്നത് നമുക്ക് പോവാം. എങ്ങോട്ട്? മുത്തശ്ശി പോവാണോ? ഞാൻ ഇവിടെ ഇരുന്നോളാം. കഴിഞ്ഞില്ല. ഓ സോ സോറി മുത്തശ്ശി, എന്നോട് ക്ഷമിക്കൂ. ഓക്കെ, നമുക്ക് എന്നാലും പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ മീറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ നാളെ ഇതുവഴി പോവും. അപ്പൊ ഞാൻ കേറാം. വേണമെങ്കിൽ രാത്രി എന്നെ വിളിച്ചോളൂ, ഞാൻ ഇവിടെ കിടക്കാം. എനിക്ക് AC-യില് അവിടെ AC ഉണ്ട്. അപ്പൊ പിന്നെ എന്നാ എണീക്കാല്ലേ?
ഇവിടെ ഇരുന്ന് മതിയായില്ലായിരുന്നു. എൻ്റെ കൊതി തീരുമോ എന്നെ തന്നു വിളിച്ചുണ്ടോ തന്നെ. ഓ എന്ത് സുഖമായിരുന്നു ചന്തിക്ക്. പോവല്ലേ അപ്പൊ? നിർബന്ധാണല്ലേ വായന നിർബന്ധമാണ്. ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അത്ര നേരം. അല്ല എനിക്ക് 1-2 മണിക്കൂർ താമസം ഉണ്ടായി. അപ്പൊ അങ്ങനെ ബോറടിക്കും. അപ്പൊ മോൾക്ക് വേറെ എവിടെയും പോയി ആരും പരിചയപ്പെട്ടാല് അങ്ങനെ സമയം പോകൂലോ കേട്ടോ. എന്നാ മുത്തശ്ശി എന്നെ യാത്രയൊക്കെ മാറും. മുത്തശ്ശി അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോവാനേ തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശി വായന കഴിയണവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? പേടിക്കണ്ട മുത്തശ്ശി, 2-3 മണിക്കൂറൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ മുത്തശ്ശി? മോൾക്കല്ല ബുദ്ധിമുട്ട്, എനിക്കാ ബുദ്ധിമുട്ട്. മോളെ പോലെ എല്ലായിടത്തും കയറി ജ്യൂസ് കുടിച്ച് ഇങ്ങനെയൊക്കെ പണി. മുത്തശ്ശിക്ക് വായനശീലുണ്ട്, പിന്നെ നാമം ചെല്ലലുണ്ട്. കഴിഞ്ഞ പിന്നെ ഒരു ദിവസം കാണാം, നമ്മൾക്ക് പിന്നെ വീണ്ടും കാണാം. ബൈ തരൂ. ബൈ. ശരിക്കും വുഡാണോ തോന്നുന്നു. എന്തൊക്കെ എടുക്കാന്ന് പ്രതീക്ഷിച്ചതാ, എല്ലാം പോയി. എല്ലാം കണ്ടു വെക്കണം ഓരോ സ്ഥലങ്ങള്. ബൈ. സമാധാനായി മുത്തശ്ശി.